പ്രിയപ്പെട്ട ഒരാൾ ലോകത്തോട് വിട പറയുമ്പോൾ ആ കണ്ണീരിന് നടുവിലും അവരുടെ മുഖത്തേക്ക് അനാവശ്യമായി നീളുന്ന ക്യാമറ ലെൻസുകൾ. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ വ്യക്തിപരമായ വേദനയെ സ്വന്തം ചാനലിന്റെ റേറ്റിംഗിനും കുറച്ച് ലൈക്കുകൾക്കും വേണ്ടി കച്ചവടമാക്കുന്ന രീതി എന്നവസാനിക്കും. ലിയോണൽ മെസ്സിയുടെ കുടുംബത്തിന് അർജന്റീനയിൽ നേരിടേണ്ടി വന്ന അനുഭവവും കേരളത്തിൽ സലിം കുമാറിന്റെ മരണസമയത്ത് കണ്ട കാഴ്ചകളും തമിഴ് സിനിമാ രംഗത്ത് പ്രമുഖ സംവിധായകൻ കെ ഭാഗ്യരാജ് അന്തരിച്ചപ്പോൾ കണ്ടതും ഒന്ന് തന്നെയാണ്. ആഘോഷങ്ങളും വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയല്ല ഒരു മരണവീട്. ആ അന്ത്യ നിമിഷങ്ങളിൽ ആ കുടുംബത്തിന്റെ പ്രാധാന്യം തനിച്ചിരിക്കാനുള്ള അവകാശവും അല്പം സ്വകാര്യതയുമാണ്. എന്നാൽ റേറ്റിംഗ് വേട്ടക്കാർ ആ പ്രൈവസിയെ വിറ്റ് കാശാക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് സാമാന്യ മനുഷ്യത്വമാണ്. ലോക ഫുട്ബോളിന്റെ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ ജീവിതത്തിലുണ്ടായ ദാരുണമായ ഒരു അനുഭവമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മെസ്സിയുടെ പിതാവും വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ ഏജന്റുമായിരുന്ന ഹോർഹെ മെസ്സി രോഗബാധിതയെ തുടർന്ന് അന്തരിച്ചപ്പോൾ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങാണ് കുടുംബം ആഗ്രഹിച്ചത്. എന്നാൽ ചില അർജന്റീനിയൻ മാധ്യമങ്ങൾ എല്ലാ അതിരുകളും ലംഘിച്ച് ആ ചടങ്ങുകളിലേക്ക് അതിക്രമിച്ചു കയറി. മുൻപ് ഹോർഹെ ചികിത്സയിലായിരുന്നപ്പോൾ അദ്ദേഹം മരിച്ചെന്ന വ്യാജ വാർത്ത അവർ പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങളോട് കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കണമെന്ന് മെസ്സിയുടെ കുടുംബത്തിന് യാചിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. പിതാവിനെ നഷ്ടപ്പെട്ട ആ വലിയ സങ്കടത്തിനിടയിലും കുടുംബത്തിന്റെ സ്വകാര്യത ലംഘിച്ച മാധ്യമങ്ങൾക്കെതിരെ ഒടുവിൽ മെസ്സിയുടെ ലീഗൽ ടീമിന് കോടതിയെ സമീപിക്കേണ്ടി വന്നു. തമിഴ് സിനിമാ ലോകത്ത് അടുത്തിടെ സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചപ്പോഴും സമാനമായ മാധ്യമ അതിക്രമമാണ് അരങ്ങേറിയത്. ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആംബുലൻസിൽ നിന്ന് ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ ക്യാമറകളുമായി ഇരച്ചു കയറിയ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ നടി രാധിക ശരത് കുമാറിന് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് യാചിക്കേണ്ടി വന്നു. സിനിമയിലാണ് ഞങ്ങൾക്ക് അഭിനയം, TRPക്ക് വേണ്ടിയുള്ള നാടകങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ സിനിമയിലൂടെ തരാം, ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി തരൂ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധികയ്ക്ക് മാധ്യമങ്ങളോട് പറയേണ്ടി വന്നത് ഏത് മീഡിയ അച്ചടക്കത്തിന്റെ പേരിലാണ്? പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട് വിങ്ങിപ്പൊട്ടുന്ന ഒരു കുടുംബത്തിന് നേരെ ലൈവുകൾ നൽകാൻ ഇരച്ചു കയറുന്നത് മാധ്യമ പ്രവർത്തനമല്ല, വെറും ക്രൂരതയാണ്. മലയാളത്തിലും ഇത്തരം കാഴ്ചകൾക്ക് കുറവില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സലിം കുമാർ വിട പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. മകൻ ചന്തു സലിം കുമാർ മാധ്യമങ്ങളോട് വളരെ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിലോ വാർത്തകൾ നൽകുന്നതിലോ കുടുംബങ്ങൾക്ക് എതിർപ്പില്ല. എന്നാൽ സങ്കടത്തിൽ തളർന്നിരിക്കുന്ന മക്കളുടെയും ബന്ധുക്കളുടെയും മുഖത്തേക്ക് മൈക്ക് തള്ളിപ്പിടിച്ച് അവരുടെ പ്രതികരണം തേടുന്ന രീതി അങ്ങേയറ്റം അരോചകമാണ്. ഒരു പൊതുവ്യക്തി എന്ന നിലയിൽ ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്ക് മുൻപിൽ ജീവിച്ചവർക്ക് മരിച്ചു കിടക്കുമ്പോഴെങ്കിലും സമാധാനമായി യാത്രയാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രശസ്തരായ വ്യക്തികളുടെ മരണവാർത്തകൾ ജനങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. എന്നാൽ ജനങ്ങളുടെ ആകാംക്ഷ തൃപ്തിപ്പെടുത്താൻ എന്ന പേരിൽ ഒരാളുടെ അന്ത്യനിമിഷങ്ങളെയും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും ചവിട്ടിമെതിക്കാൻ ആർക്കും അവകാശമില്ല. വാർത്ത നൽകുക എന്നതും ഒരാളുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറുക എന്നതും രണ്ടും രണ്ടാണ്. ഒരു വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാനസികമായ ആഘാതം താങ്ങാനുള്ള ശാന്തമായ അന്തരീക്ഷമാണ് വേണ്ടത്. മാധ്യമ പ്രവർത്തനം എന്നത് ക്യാമറകൾ ഓൺ ചെയ്യുന്നതിൽ മാത്രമല്ല, എവിടെ ക്യാമറ ഓഫ് ചെയ്യണം എന്ന് തിരിച്ചറിയുന്നതിലാണ് എന്ന അച്ചടക്കം നമ്മുടെ മാധ്യമങ്ങൾ ഇനിയെങ്കിലും പഠിക്കേണ്ടിയിരിക്കുന്നു.